ഹലോ എല്ലാവരും എന്തെടുക്കാണ്? ഞാനുണ്ടല്ലോ ഇന്ന് പൊങ്കലൊക്കെയല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നോണൊന്നും കഴിക്കണ്ട. ഇന്നലെ തിരുവാതിരയായിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ എനിക്ക് വ്രതം ഉണ്ടായിരുന്നു, ഞാൻ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വ്രതമൊക്കെ വീട്ടി, പിന്നെ ഇന്ന് പൊങ്കലുമാണ്. ഞാൻ വിചാരിച്ചു ഒന്ന് നോണൊന്നും കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ടൊമാറ്റോ റൈസ് കഴിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നി ഞാൻ മുൻപ് എപ്പോഴും ഇട്ടിട്ടുണ്ട് തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 1-2 എഡിഷൻസ് മാറ്റം വരുത്തിയെന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് സിമ്പിളാണ് കേട്ടോ, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ബിരിയാണി കഴിക്കാനൊരു കൊതി തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. കാരണം നോണൊന്നും വേണ്ടല്ലോ, ഇതാകുമ്പോൾ സിമ്പിളാണ്. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ടൊന്നും എന്നോട് ചോദിക്കരുത്. കാരണം ഫുള്ളായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാം, ഇപ്പോൾ ഒട്ടും ടൈമില്ല. അതായത് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി തന്നെ നിൽക്കണം, ഫോണൊക്കെ പിടിച്ച് പിന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിത് നമ്മുടെ ബിരിയാണിക്കുള്ള ആ മസാല ഗ്രേവി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വഴണ്ട് വന്നിട്ട് വേണം ഇതിൽ അരി ഇട്ടിട്ട് വേവിക്കാനായിട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഈ പട്ട ഉണ്ടല്ലോ, പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സവാള ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഒന്ന് വഴണ്ട് വരാനായിട്ട്. ഇപ്പോൾ സവാളയ്ക്ക് വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാല ഇട്ടൊരു കളിയില്ലല്ലോ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അല്ലെങ്കിൽ ആ ഒരു കുത്തുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണം കേട്ടോ. ആ പേസ്റ്റ് പോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ തക്കാളിക്കൊന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മല്ലിയില ഇട്ടു. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ചൊന്ന് അരിക്കും കൂടെ അരി ഇടുമ്പോൾ ആ ഒരു പാകത്തിന് കിട്ടുന്ന രീതിക്ക് തന്നെ ഉപ്പ് വേണം. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഈ ഒരു ടൈമിൽ നോക്കണം. വെള്ളം തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഓക്കെ, വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു വിസിലൊക്കെ മതി കേട്ടോ. ഒന്നും കൂടുതലായിട്ടുണ്ടെങ്കിൽ മേ ബി അരി നന്നായിട്ട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഒരു വിസിലിൽ നിർത്താം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് റെസിപ്പി മൊത്തം പറഞ്ഞല്ലോ അല്ലേ. എന്തായാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ടൈം പോലെ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി നല്ല ഒരു ടൊമാറ്റോ റൈസ് എന്ന് പറയാം അല്ലേ. ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ക്രേവിങ്സ് ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ശരി ടാറ്റാ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ വേണമെന്നുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.